കോഴിക്കോട് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കോഴിക്കോട്. കോഴിക്കോട് നമ്മുടെ മരുമോൻ്റെ സ്ഥിതി എന്തായിരിക്കും? മരുമോൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമല്ലേ? പിന്നെ അൻവർ രക്ഷയില്ല. കോഴിക്കോട് നോർത്ത്, അതുപോലെ ബേപ്പൂർ, പേരാമ്പ്ര, അങ്ങനെയുള്ള മണ്ഡലങ്ങൾ. കൊയിലാണ്ടിയിലാണ് പിന്നെ ഒരു മത്സരം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പിന്നെ നാദാപുരം. നമ്മുടെ കണക്കനുസരിച്ച് പേരാമ്പ്ര, ബാലുശ്ശേരി, അതെ, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, ബേപ്പൂര്, ബേപ്പൂര് ഇത്രയും മണ്ഡലങ്ങൾ LDF യു ഡി എഫിന് കിട്ടുന്നത് പറഞ്ഞാൽ അതാണ് പ്രധാനം. യു ഡി എഫിന് വടകര, വടകര, കുറ്റിയാടിയിലും വലിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. പാറക്കൽ അബ്ദുള്ള മുസ്ലിം ലീഗ്. നാദാപുരം വരുന്നുണ്ട്. നാദാപുരം CPIയുടെ സീറ്റാണ്. അവസാനം കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാർ മത്സരിക്കുന്നു, DCC പ്രസിഡന്റ്. പിന്നെ അത് UDF ആണ് ഈ പറയുന്നത്. കോഴിക്കോട് സൗത്ത് ലീഗിന്റെ സീറ്റാണ്. അതെ, ഇത്രയും സീറ്റുകളാണ് അവിടെ UDFനെ സംബന്ധിച്ച് വലിയ മുന്നേറ്റമാണ്. കോഴിക്കോട് വലിയ മുന്നേറ്റമാണ്. കോഴിക്കോട് ബാക്കിയുള്ള ജസ്റ്റ് വായിച്ചു പോവാം. വടകര നേരത്തെ പറഞ്ഞ പോലെ രമയാണ്. പിന്നെ കുറ്റിയാടി പാറക്കൽ അബ്ദുള്ള UDFന്റെ കാൻഡിഡേറ്റാണ്. നാദാപുരം ഇപ്പോൾ ആവശ്യം UDFന്റെ അഭിജിത്തും അഭിജിത്തും വസന്തം LDFന്റെ ഇവരാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യവും വിജയൻ 4000 ചെല്ലുവാനും വിജയൻ പ്രാവശ്യം പുള്ളി ബിഗ് ഒക്കെ വെച്ച് പുള്ളിയെ ഔട്ടാക്കി കളഞ്ഞു. അങ്ങനെ കൊയിലാണ്ടിയിൽ നേരത്തെ പ്രവീൺ കുമാർ DCC പ്രസിഡന്റാണ്. ദാസൻ മത്സരിക്കുന്നു. അതുപോലെ ഫാത്തിമ തഹിലിയ UDFന്റെ പേരാമ്പ്രയിൽ. TP രാമകൃഷ്ണൻ ഇവിടെ ജയിക്കാൻ സാധ്യത. കാരണം TP രാമകൃഷ്ണൻ അവിടെ രണ്ടാമത്തെ പ്രാവശ്യം 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ആദ്യത്തെ വർഷം കുറവാണെങ്കിൽ. അതെ, ബാലുശ്ശേരി പുരുഷൻ കടലിൽ നേരത്തെ മത്സരിച്ചാണ്. സച്ചിൻ ദേവ് മത്സരിച്ച് ജയിച്ചതാണ്. ഇപ്രാവശ്യം സച്ചിൻ ദേവ് തന്നെയാണ് മത്സരിക്കും ഈസി ആയിട്ട്. എലത്തൂർ ശശീന്ദ്രൻ. അങ്ങനെ വലിയ മത്സരമില്ല. പക്ഷേ ശശീന്ദ്രനെ സമ്മതിക്കണം. കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജനങ്ങൾ പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കുമെന്നാണ്. എനിക്കെന്ത് പ്രയാസം ഉണ്ടെങ്കിലും പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കുമെന്നാണ്. അതുപോലെ തോട്ടത്തിൽ കോഴിക്കോട് സൗത്ത് ഇപ്രാവശ്യം കണ്ടിരിക്കും. സൗത്തിലെ ലീഗല്ലേ? ലീഗ് നാഷണൽ ലീഗാണ്. കോഴിക്കോട് അല്ല, അത് കോഴിക്കോട് നോർത്ത് ജയന്തും തോട്ടത്തിൽ രവീന്ദ്രൻ. തോട്ടത്തിൽ തന്നെ ജയിക്കും. അത് വലിയൊരു മാർക്സിസ്റ്റ് മണ്ഡലമാണ്. അതെ. പിന്നെ കോഴിക്കോട് സൗത്തിൽ ഫൈസൽ ബാബു UDFന്റെയും അഹമ്മദ് ദേവർകോവില്. അതെങ്ങനെയുണ്ട് ഇപ്പോൾ? അത് ഇത്തവണ ലീഗ് ജയിക്കും. കഴിഞ്ഞ തവണ അവിടെ വനിതാ സ്ഥാനാർത്ഥി കൊണ്ട് തോറ്റുവരാം. ബേപ്പൂര് ഭൂരിപക്ഷം കൂടും. കാരണം ഇപ്രാവശ്യം ഒടുവിൽ 22,000 ഭൂരിപക്ഷമാണ്. അപ്പം അതുപോലെ റിയാസ് നല്ല പോലെ മണ്ഡലം നോക്കിയിട്ടുണ്ട്. മണ്ഡലത്തിലുണ്ടായിരുന്നു. പിന്നെ കഴിയുന്നത്ര വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാർഡം ഉണ്ട്. പിന്നെ അപ്പുറത്ത് അൻവർ ആണെന്നുള്ളൊരു അല്ല, കുന്നമംഗലത്താരായിരിക്കാം. കുന്നമംഗലത്ത് PT റഹീം തന്നെ ജയിക്കാൻ സാധ്യത. അതുപോലെ തന്നെ കൊടുവള്ളിയിൽ ലീഗിന്റെ സീറ്റാണ്. അതെ, ലീഗിന്റെ PK ഫിറോസ് തന്നെ. ഫിറോസ് കൊണ്ടുവന്ന ഒരു സ്റ്റാർ ആക്കുകയാണല്ലോ ഫിറോസിനെ. തിരുവാമ്പാടിയിൽ വലിയ ഫൈറ്റുള്ള മണ്ഡലമാണ്. ലിൻഡോ തന്നെ ജയിക്കാനുള്ള സാധ്യത. അവസാനം സാമുദായികമായ ചേരിതിരിവുണ്ടാവും. പക്ഷെ വലിയ ഭൂരിപക്ഷം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ലിൻഡോ തന്നെ ജയിക്കാനാണ് സാധ്യത.